മെൻ്റൽ ഹെൽത്ത് സ്പെക്ട്രം. ഞാൻ ഡോക്ടർ ജെറോം. നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും കണ്ടുവരുന്ന എന്നാൽ ശരിയായ രീതിയിൽ മനസ്സിലാക്കപ്പെടാത്ത ഒരു മാനസിക അവസ്ഥയാണ് ബാധ കയറുക അല്ലെങ്കിൽ ദൈവം കയറുക എന്നൊക്കെ നാം വിളിക്കുന്ന പൊസഷൻ സ്റ്റേറ്റ്സ്. മാറ്റി നിർത്തേണ്ടതല്ല, മനസ്സിലാക്കേണ്ടതാണ് ഈ അവസ്ഥ. നമ്മുടെ നാട്ടിൽ ചിലർ പെട്ടെന്ന് ശബ്ദം മാറുന്നതോ താൻ മറ്റാരോ ആണെന്ന് ഭാവിക്കുന്നതോ അല്ലെങ്കിൽ അക്രമാസക്തമായി പെരുമാറുന്നതോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇവരെ നമ്മൾ പലപ്പോഴും ബാധ ഒഴിപ്പിക്കാനോ മന്ത്രവാദത്തിനോ പ്രാർത്ഥനക്കാരുടെ അടുത്തോ ആണ് കൊണ്ടുപോകുന്നത്. എന്നാൽ ഇതിനു പിന്നിൽ മനഃശാസ്ത്രപരമായ കാരണമുണ്ട്. ഇതിനെ ഡിസോഷിയേറ്റീവ് ട്രാൻസ് ആൻഡ് പൊസഷൻ ഡിസോർഡർ എന്നാണ് വിളിക്കുന്നത്. എന്താണ് ഇതിന് പിന്നിൽ സംഭവിക്കുന്നത് എന്ന് പറയാം. നമ്മുടെ മനസ്സിന് താങ്ങാൻ കഴിയാത്ത അത്രയും വലിയ മാനസിക സമ്മർദ്ദമോ വിഷമമോ അല്ലെങ്കിൽ ആരോടും തുറന്നു പറയാൻ പറ്റാത്ത ആന്തരിക സംഘർഷങ്ങളോ ഉണ്ടാകുമ്പോൾ മനസ്സ് കണ്ടെത്തുന്ന ഒരു എസ്കേപ്പ് റൂട്ട് അഥവാ രക്ഷാമാർഗമാണ് ഇത്. നമ്മുടെ വ്യക്തിത്വത്തിൽ നിന്ന് മനസ്സ് താൽക്കാലികമായി വേർപെട്ടു പോകുന്ന ഒരു അവസ്ഥ. സാധാരണയായി സ്ത്രീകൾക്കിടയിലും കുട്ടികൾക്കിടയിലുമാണ് ഇത് കൂടുതൽ കണ്ടുവരുന്നത്. ഇന്ത്യയിൽ നമ്മുടെ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട രീതിയിലാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ പുറത്തു വരുന്നത്. അതുകൊണ്ടാണ് ഇത് ഭയപ്പെടുത്തുന്ന ഒന്നായി മാറുന്നത്. ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ ഇനി പറയുന്നവയാണ്. താൻ മറ്റാരോ ആണെന്ന ഭാവം, ഒരു ദൈവമോ മരിച്ചുപോയ ഒരു ബന്ധുവോ അല്ലെങ്കിൽ ഒരു ദുർഭൂതമോ ആയി അഭിനയിക്കുക, ശബ്ദത്തിലും നോട്ടത്തിലും വരുന്ന മാറ്റം, ശരീരം വിറയ്ക്കുകയോ തളർന്നു വീഴുകയോ ചെയ്യുക. ഈ അവസ്ഥ മാറി സാധാരണ നിലയിലായാൽ അല്പം മുമ്പ് നടന്ന കാര്യങ്ങളെക്കുറിച്ച് രോഗിക്ക് ഓർമ്മയുണ്ടാവുകയില്ല. ഇത് കണ്ട് നാം ഭയപ്പെടുകയോ അവരെ അടിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യരുത്. ഇത് രോഗി മനഃപൂർവ്വം ചെയ്യുന്നതല്ല. അവരെ പരിഹസിക്കുന്നത് അവരുടെ അവസ്ഥ കൂടുതൽ വഷളാക്കും. ഇവിടെ വേണ്ടത് മന്ത്രവാദമല്ല, മറിച്ച് ശരിയായ കൗൺസിലിങ്ങും സൈക്കോതെറാപ്പിയുമാണ്. അവരുടെ ഉള്ളിലുള്ള വിഷമം എന്താണെന്ന് കണ്ടെത്തുകയും അത് പരിഹരിക്കുകയും ചെയ്താൽ ഈ പ്രശ്നം മാറ്റിയെടുക്കാൻ സാധിക്കും. ശ്രദ്ധിക്കുക, മനസ്സിൻ്റെ ഒരു തേങ്ങലാണ് ഈ അവസ്ഥ. അത് തിരിച്ചറിഞ്ഞ് സ്നേഹത്തോടെയും ശാസ്ത്രീയമായും അവരെ ചികിത്സിക്കാൻ നമ്മൾ തയ്യാറാകണം. അന്ധവിശ്വാസങ്ങൾക്ക് പിന്നാലെ പോയി വിലപ്പെട്ട സമയം കളയാതിരിക്കുക. താങ്ക് യു ഫോർ ലിസണിങ്.